അൺസെൻസേർഡ് ടോക്സ് സാറ് സംസാരിക്കുന്നതിൽ സെൻസറേ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡെയിലി ഒരു 5 വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. രണ്ടോ മൂന്നെണ്ണമൊക്കെ ചെയ്യും. ബിസിനസ് സംരംഭത്തെക്കുറിച്ച് പറയാമോ? മുനീർ അൽവഫ എന്നാണ് എന്നെ ആൾക്കാർ അറിയുന്നത്. ബിക്കോസ് അതെൻ്റെ ബിസിനസ്സാണ്. അൽവഫ ഗ്രൂപ്പാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. 60-70 സ്റ്റാഫുള്ള ഒരു 4-5 കമ്പനികൾ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നൊരു ആളാണ് ഞാൻ. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ അവിടെ നിന്ന് വന്നത്. 2002 ഇവിടെ എത്തി. തുടങ്ങിയത് ബിസിനസ്സാണ്. അങ്ങനെ കാര്യമായിട്ട് എവിടെയും ഒരു ജോബ് ചെയ്തതായിട്ട് എനിക്ക് അങ്ങനെ ഒരു പരിചയമില്ല. പൊതുവെ പാരമ്പര്യം ബിസിനസ്സാണ്. ഉപ്പ ബിസിനസ്സുകാരനാണ്. അത് ഇങ്ങനെ വന്നു. ഉപ്പ എന്ത് ബിസിനസ്സുകാരനാണ്? കൊപ്ര മില്ല്, തേങ്ങ, നാട്ടിലത്തെ ഒരു പക്ക ജന്മി ജമീന്ദാർ. അതിൻ്റെ അഹങ്കാരം ഉണ്ടോ? ഇല്ല, അഹങ്കാരം എനിക്ക് ഉമ്മയുടെ സ്വഭാവമാണ്. ഉപ്പ നല്ല കുറച്ച് ഒരു ഇതുള്ള ആളാണ്. പക്ഷേ എൻ്റെ ഉമ്മ ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇഫ് യു ആസ്ക് മീ ദ സോഫ്റ്റസ്റ്റ് ഹ്യൂമൺ ഓൺ എർത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഉമ്മ മുഖേ വരുള്ളൂ. സോഫ്റ്റാണ്. എനിക്ക് ഉമ്മമാരെ ഒരുപാടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ ഷിവാസ് എല്ലാവരുടെയും ഉമ്മമാർ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു നേച്ചർ സ്വാഭാവികമായിട്ട് എന്നിലേക്ക് വന്നത്. അങ്ങനെയാണ്. അതായത് ഒന്നാമത്തേത് ആരെയും വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരാളെയും നമ്മൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വെറുപ്പിക്കാതിരിക്കുക. വെറുക്കുന്നവർ അസൂയക്കാർ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറാരും എന്നെ വെറുക്കില്ല. കാരണം ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ കംഫർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ഉണ്ടായാൽ 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം എൻ്റെ അടുത്ത് നിന്ന്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പ് വരുത്തും നമ്മൾ. പിന്നെ ഒന്നൊരു കംഫർട്ട് തോന്നണം. പിന്നെയും കാണാൻ തോന്നും, പിന്നെയും സംസാരിക്കണം എന്ന് തോന്നും. ആ ഒരു വൈബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു ശീലം എന്ന് പറയുന്നത്. ആ വൈബിന് വേണ്ടിയിട്ടാണോ 2 മിനിറ്റ് ടോക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് തന്നെ ഉണ്ടല്ലോ? ടെലിവിഷനിൽ വരിക, ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് ഭയങ്കര ഒരു പാഷനാണത്. പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ബിസിനസ്സിൻ്റെ തിരക്കുകൾ നമുക്ക് ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് സംവദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നാലാളെ വിളിച്ചു കൂട്ടി പറയാൻ പറ്റില്ല. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ടി വിയിൽ റേഡിയോ അല്ലാണ്ട് വേറെ മാധ്യമമില്ല. അത് കാരണമാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഒരാളുടെ ഒരു വാക്ക് കേട്ടാൽ ചിലപ്പം ഒരാളുടെ ദിവസം നിന്നാവും. അവരുടെ ലൈഫ് തിരിച്ചു കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലരും വിളിച്ച് പറയും ആ പറഞ്ഞത് ഭയങ്കരമായിട്ട് എന്നെ ഇമ്പാക്റ്റ് ചെയ്തു. ടച്ചിങ് ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ എവറി ഡേ. അതാണ് എൻ്റെ സംഭവം. ഈ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടുത്തെ കമ്പനികളും ഏജൻസികളും എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ടൊന്ന് മനസ്സിലാക്കി. അന്ന് മുതലാണ് ഞാൻ ജോബ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ടോട്ടൽ ഇപ്പം 420ഓളം ആൾക്കാർക്ക് നമ്മൾ ജോബ് പ്ലേസ്മെൻറ്റ് ഡിഫറെൻറ്റ് കമ്പനീസ് കൊടുത്തു. അതൊരു സോഷ്യൽ വർക്ക് പരിപാടിയാണ്. കംപ്ലീറ്റ്ലി സോഷ്യൽ. ജോബ് പോസ്റ്റിംഗ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ജോബുണ്ട്, നിങ്ങൾ CV അയച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതിലെത്ര ജെന്യൂനിറ്റി ഉണ്ട്, അത് എത്രമാത്രം സീരിയസ് ആണെന്ന് ആർക്കും അറിയില്ല. എനിക്കുള്ള ഒരു ദൈവം തന്നൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 1000-ലധികം ബിസിനസ്സുകാർ, മലയാളി ബിസിനസ്സുകാർ ഇതിനൊപ്പമുണ്ട്, നമ്മൾ കൂടെയുണ്ട്. എന്നും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. പല രീതിയിൽ കസ്റ്റമർ ആയിരിക്കാം, കസ്റ്റമർ അല്ലായിരിക്കാം. അവരുമായിട്ട് നിരന്തരമായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു SME സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനി, ഒരു ട്രാവൽ ഏജൻസിയിൽ, അവിടെ ഇപ്പോൾ ആ ട്രാവൽ ഏജൻസി നന്നായിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ അവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാഫും കൂടി ഉണ്ടെങ്കിൽ, ആ സ്റ്റാഫ് ഉണ്ടായാൽ അവരുടെ ബിസിനസ് കൂട്ടാം എന്നുള്ള ഒരു കൺസൾട്ടൻസി അവർ കൊടുക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ് വരും. അതുപോലെ അവിടെ അക്കൗണ്ടൻസ് വേണം. അവിടെ പലരും ഈ അക്കൗണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല പല കമ്പനിയിലും, ചെറിയ രീതിയിൽ. അപ്പോൾ അവർക്ക് ആ ജോബ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ആ ജോബ് എൻ്റെ വീഡിയോയിൽ കൂടി പ്രൊമോട്ട് ചെയ്യുകയും, ആ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കമ്പനി നമ്മൾ പ്രൊമോട്ട് ചെയ്യും. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രൊമോഷൻ കിട്ടും, ഫ്രീ പ്രൊമോഷൻ. അത് ഫ്രീ പ്രൊമോഷനാണ്, പെയ്ഡ് പ്രൊമോഷനാണ്? കംപ്ലീറ്റ് ഫ്രീ പ്രൊമോഷൻ. അപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറില്ല? ജോബ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഫ്രീ പ്രൊമോഷനാണ്. അപ്പോൾ മറ്റ് വീഡിയോസ് ഓഫ് കോഴ്സ് പെയ്ഡ് പ്രൊമോഷനാണ്. എല്ലാമല്ല, പലർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുമ്പോൾ ഇത്രയും തൊഴിലാളികളുണ്ട്, IT ആണ് നിങ്ങളുടെ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ മേടിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കില്ല തനിക്ക് എന്തിൻ്റെ സൂക്കേടാണ്? അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, പെയ്ഡ് ഇപ്പോൾ നമ്മൾ ഈ ചെറിയ എമൗണ്ടിനൊന്നും ഞാൻ ചെയ്യില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ചെയ്യാമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഫ്രീ കൊടുക്കുമ്പോൾ പലർക്കും അത് ആവശ്യമില്ല. ഒന്ന്, സോഷ്യൽ കോസിന് വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ അതിൽ ഫ്രീ ആയിട്ട് ചെയ്യുകയാണ്. മറിച്ച് നിങ്ങൾക്കൊരു പ്രൊമോഷൻ നിങ്ങളുടെ ബിസിനസ്സിന് അത് ബെനിഫിറ്റ് ആകുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കാതെ തന്നെ അവരിങ്ങോട്ട് എന്നോട് പ്രൈസ് ചോദിക്കും. ഇപ്പോൾ മോട്ടിവേഷണൽ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ആളുകൾ എന്നെ കണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എനിക്ക് ഒരുപാട് സെറ്റ് ബാക്ക്സ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. നല്ല സെറ്റ് ബാക്ക്സ് ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റ് ബാക്സ് എന്നുള്ള ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പലരും നമുക്കത് പിടിക്കില്ല, പലർക്കും അത് സഹിക്കില്ല, പിടിക്കില്ല. അപ്പോൾ നമ്മൾ കളിയാക്കും, നമ്മൾ വല്ലാണ്ട് ഇഗ്നോർ ചെയ്യും, ഹറാഷ് ചെയ്യും.
അതൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഉമ്മ അടുത്ത് പറയും, ഇങ്ങനെ അതാ ഇത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറയുമ്പോൾ ഉമ്മ പറയും, എടാ നമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. ഉമ്മയാണ് മോട്ടിവേറ്റർ എപ്പോഴും. ഉമ്മ എപ്പോഴും പറയും നമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. അതായത് അൺവാണ്ടഡ് ആയിട്ട് നീ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിട്ടേക്കുക, നീ അത് കേൾക്കാൻ നിന്നാലും നിനക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ദ ഫോക്കസ്, ഇഫ് യു ലൂസ് ദ ഫോക്കസ് ഫ്രം ദ കോർ ഏരിയ, അത് നമ്മൾ പലരും ഫിലോസഫിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിച്ചതാണ്. ഇവിടെ വന്നിട്ടും എനിക്ക് ഒരുപാട് സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റ് ബാക്കിലൊക്കെ തിരിച്ച് വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളൊരു ആഗ്രഹമാണ്. മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ഒരു തരത്തിലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിനോടുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഓരോ സമയത്തും ഇപ്പോൾ ഇവിടെ ഒരു വലിയ റെയിൻ ഹിറ്റ് ചെയ്ത സമയത്ത് റെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ 5000-6000 വോളണ്ടിയേഴ്സിന് നമ്മൾ മൊബിലൈസ് ചെയ്തു. ഇറ്റ് ഹസ് ബിക്കം എ ഹ്യൂജ് ഹിറ്റ്. ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടി. അതൊരു ഓവർനൈറ്റ് സെൻസേഷൻ ആയതാണ്. അതിലിപ്പോൾ വയനാടിൻ്റെ കേസിൽ ഇപ്പോൾ വന്നപ്പോൾ വയനാട്ടിൽ എന്ത് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും നോക്കിയപ്പോഴാണ് supportwayanad.com-ലൂടെ ഇപ്പോൾ 150ഓളം ആൾക്കാർക്ക് 150 വീടുകൾ ആൾക്കാർ ഒഴിഞ്ഞു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് താമസിക്കാൻ. അപ്പോൾ എന്നും നമുക്ക് കൊതിയാണ്, സംതിങ് ടു ഡു. പിന്നെ ടെക്നോളജിയാണ് നമ്മുടെ ബേസ്. അപ്പോൾ ടെക്നോളജിയിലൂടെ ഒരു മാസിനെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഒരു മാസ്സായിട്ടുള്ള ഒരു വലിയൊരു ലോകത്തെ നമ്മൾ ചെറിയ ടെക്നോളജിയിലൂടെ എങ്ങനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോ കാര്യങ്ങളൊക്കെ അതിൽ ആൾക്കാർക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റീച്ച് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ട്. പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്യുക. അതൊരു ശ്രദ്ധയാണത്, ആ ശ്രദ്ധയുണ്ട്. പിന്നെ ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലരും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുക. എൻ്റെ ലൈഫിൽ ഞാനിത് ചെയ്തു, അങ്ങനെ എനിക്കിത് കിട്ടി, അങ്ങനെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, അത്രയാണ്. ഈ പരാജയപ്പെട്ടവരും മോട്ടിവേഷൻ നല്ലതല്ലേ? ആണ്. നമുക്ക് ആ വഴി പോകരുത് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തിലും മോട്ടിവേഷൻ ഉണ്ട്. പരാജയപ്പെട്ടവരെ നോക്കിയാൽ കൂടുതൽ മോട്ടിവേറ്റ് ആവും, വിജയിച്ചവരെ നോക്കിയാലും മോട്ടിവേഷൻ ആവും. മോട്ടിവേഷൻ എന്നുള്ളത് ഒരു കാര്യത്തിൽ ഒരാൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വിചാരിക്കാത്തിടത്തോളം കാലം ഒരാൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. പലരും നമ്മൾ വല്ലാണ്ടങ്ങ് മൂഡ് ഓഫ് ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു സ്പെസിഫിക് സാധനമാണ്. നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് വിചാരിക്കും, എന്തൊക്കെയോ രാവിലെ ചെയ്യണം. ദർ ആർ n നമ്പർ ഓഫ് ലിസ്റ്റ് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് മെസ്സേജ് നോക്കുമ്പോൾ അതിന് അന്ന് ചെക്ക് പോകാനുണ്ട്, മൂഡ് ഓഫ് ആവും. മറ്റ് 1-2 കാര്യങ്ങൾ വരുമ്പോൾ അതോടെ നമ്മുടെ പലിശക്കാരൻ വിളിക്കും, മൊത്തത്തിൽ അവിടെ ഡൗൺ ആവും. അവിടെയാണ് നമ്മളെ മൈൻഡ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം മൈൻഡിനകത്ത് നമ്മളെ തന്നെ കാണുകയാണ് അവിടെ. ഇതാണ് പ്രശ്നം, ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, ഇനി എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും, ഇങ്ങനെ വന്ന് അതിനെ നമ്മളൊന്ന് പിടിച്ച് നിർത്തിയിട്ട് ഒന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് മുഖം കഴുകി കഴിയുമ്പോൾ കണ്ണാടിയിലൊക്കെ ഇത് ഞാൻ തന്നെയാണല്ലോ, എനിക്കൊരു വ്യത്യാസമില്ലല്ലോ, വൈ ഷുഡ് ഐ ബി സഫറിങ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉടനെ ഒന്ന് ഇറങ്ങി നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കണ്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ആവും. അവിടെ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുമ്പോൾ കറക്റ്റാണല്ലോ, ഇറ്റ് ഈസ് കമ്മിങ് ടു മീ, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇയാളിത് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ മോട്ടിവേഷൻ്റെ ലൈഫിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് തോന്നും ഹീ ഈസ് കണക്റ്റിംഗ് വിത്ത് മീ. അതാണ് നമ്മൾ വിളിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, സാർ ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് മുനീർക്ക ഒന്ന് എനിക്ക് 5 മിനിറ്റ് തരണം എന്ന്. ഒരുപാട് ആൾക്കാർ അങ്ങനെ നേരിട്ട് വരാറുണ്ട്. നേരിട്ട് ഇഷ്ടംപോലെ